ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. ADMK നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് നവീൻ ബാബുവിന്റെ ഭാര്യ ഹൈക്കോടതിയെ സമീപിച്ചു. നിലവിലെ പോലീസ് അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്ന് കുടുംബം കോടതിയെ അറിയിച്ചു. ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നു. ശ്രീകാന്ത്, പോലീസിന്റെ അന്വേഷണം നീതിയുക്തമാകില്ല, ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും കേസ് അട്ടിമറിക്കപ്പെട്ടേക്കാമെന്ന സംശയമാണോ? നിലവിൽ ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബത്തെ കോടതിയെ സമീപിക്കുന്ന തരത്തിൽ എത്തിച്ചിരിക്കുന്നത്. ഏറ്റവും പുതിയ വിശദാംശങ്ങൾ. ഇത് വല്ലാത്ത ആശങ്കയുണ്ടാക്കുന്ന സംഭവം തന്നെയാണ് സുഹേൽ. കാരണം ഒരു ADM ആണ്, ഒരു ഉന്നത ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ വിവാദമുണ്ടായതാണ്. അതിൻ്റെ പ്രതിസ്ഥാനത്ത് വന്നത് CPIM-ന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവ് കൂടിയാണ്. ഈ പശ്ചാത്തലത്തിലാണ് പോലീസിൻ്റെ അന്വേഷണം കുറേ നാൾ മുന്നോട്ട് പോയത്. ഇപ്പോൾ ഈ നവീൻ ബാബുവിൻ്റെ ഭാര്യ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു. അവർ പറയുന്നത് പോലീസ് അന്വേഷണത്തിൽ തൃപ്തയല്ല താൻ എന്ന് അവർ വ്യക്തമാക്കുന്നു. അതിനവർ കാരണം പറയുന്നത് നിലവിലെ പോലീസ് അന്വേഷണത്തിൽ CPIM നേതാവായ ആളാണ് പ്രതി. അതിൽ കാര്യക്ഷമമായ അന്വേഷണം നടക്കും എന്ന് തനിക്ക് പ്രതീക്ഷയില്ല എന്നുള്ളതാണ് അവർ ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രതിക്ക് ഭരണതലത്തിൽ വലിയ ബന്ധമുണ്ടെന്ന് നവീൻ ബാബുവിൻ്റെ ഭാര്യ ഈ ഹർജിയിൽ പറയുന്നുണ്ട്. നീതി ലഭിക്കണമെങ്കിൽ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വേണം, ഇതാണ് അവരുടെ ആവശ്യം. മൊഴി രേഖപ്പെടുത്താനടക്കം പോലീസ് വൈകി എന്നുള്ള കാര്യവും അവർ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് ഈ സംഭവം നടന്നതിന് ശേഷം മൊഴി രേഖപ്പെടുത്തലടക്കം ഏറെ വൈകി. ഇതെല്ലാം തന്നെ ഈ കേസ് അട്ടിമറിക്കുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണെന്ന് പറയുന്നു. ഓർക്കണം, അതൊരു ADM ആണ്, ഒരു ഉന്നത ഉദ്യോഗസ്ഥനാണ്, വിവാദമായ കേസാണ്, മാധ്യമ ശ്രദ്ധ പതിഞ്ഞ കേസാണ്. അതിലാണ് ഈ അട്ടിമറി ആരോപണം ഉന്നയിച്ച് കുടുംബം തന്നെ, ഭാര്യ തന്നെ ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചത്. പ്രത്യേക അന്വേഷണ സംഘത്തിൽ വിശ്വാസമില്ല എന്നുള്ളതാണ് അവരിപ്പോൾ ഈ ഹർജിയിൽ വ്യക്തമാക്കുന്നത്. അതിനാൽ കേന്ദ്ര ഏജൻസി വരണം, CBI അന്വേഷണം തന്നെ വേണം, ഇതാണ് ആവശ്യം. ശ്രീകാന്ത്, തുടക്കം മുതൽ പോലീസ് നിഷ്ക്രിയത്വം പ്രകടമായ ഒരു കേസ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ കുടുംബത്തിന്റെ ഒരു ആകുലത, അത് സ്വാഭാവിക ആകുലതയായി നമുക്ക് കണക്കാക്കാം. അതിനപ്പുറത്തേക്ക് കുടുംബം സമാനതകളില്ലാത്ത രീതിയിൽ തെളിവുകളടക്കം സംരക്ഷിക്കണം എന്ന രീതിയിൽ ഒരു ഹർജി പോലും കോടതിയിൽ നൽകി നമ്മൾ കണ്ടതാണ്. അതായത് ഇപ്പോൾ തന്നെ തെളിവുകളായി ശേഖരിച്ച നിരവധി കോൾ റെക്കോർഡുകളുണ്ട്. പ്രശാന്തിന്റെ കോൾ റെക്കോർഡ്, ജില്ലാ കളക്ടറുടെ കോൾ റെക്കോർഡ്, അങ്ങനെ കോൾ റെക്കോർഡുകളടക്കം തെളിവായി ശേഖരിച്ച എല്ലാ വസ്തുതകളും അതുപോലെ സംരക്ഷിക്കപ്പെടണമെന്ന് പോലും ആവശ്യപ്പെട്ട് കുടുംബത്തിന് കോടതിയെ സമീപിക്കേണ്ടി വരുമ്പോൾ ഈ പോലീസ് അന്വേഷണത്തിൽ കുടുംബം ഒട്ടും തൃപ്തരല്ല എന്ന് തന്നെയല്ലേ പ്രകടമാകുന്നത്. അതിനപ്പുറത്തേക്ക് ഇനി സർക്കാരിന്റെ നിലപാട് CBI അന്വേഷണവുമായി ബന്ധപ്പെട്ട് കോടതി ആരായുമ്പോൾ ആ നിലപാട് നിർണായകമാകില്ല. കാരണം കുടുംബത്തോടൊപ്പം നിൽക്കുന്നു എന്ന് പറയുന്ന സർക്കാർ CBI അന്വേഷണത്തിന് വഴങ്ങുമോ ഇല്ലയോ എന്ന് കണ്ടറിയേണ്ട കാര്യമല്ലേ? തീർച്ചയായും സംസ്ഥാന സർക്കാരിന്റെ നീക്കം ഇനി എങ്ങനെയാകും എന്നുള്ളത് പ്രസക്തമാണ്. കാരണം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസ് CBIയിലേക്ക് പോകുന്നത് അവർക്കതൊരു ക്ഷീണമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സർക്കാർ ഇതിനെ എതിർക്കുമോ അതോ ഈ അന്വേഷണ ആവശ്യത്തിനൊപ്പം നിൽക്കുമോ, അതാണ് കാത്തിരുന്ന് കാണേണ്ടത്. CBIക്ക് എന്തായാലും നോട്ടീസ് പോകും, ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിനും നോട്ടീസ് പോകും. അതിൽ സർക്കാർ എടുക്കുന്ന നിലപാടനുസരിച്ചായിരിക്കും ഇത് CBIക്ക് വിടണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. എതിർക്കുകയാണെങ്കിൽ ആ കുടുംബം ശക്തമായ വാദം കോടതിയിൽ നിരത്തി, ഇവരുടെ വീഴ്ചകൾ അക്കമിട്ട് നിരത്തി കോടതിയുടെ അനുമതിയോടെ CBI അന്വേഷണത്തിലേക്ക് പോകേണ്ടി വരും. അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ തന്നെ അനുകൂലമായ തീരുമാനം എടുക്കണം. കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു സർക്കാർ എന്ത് തീരുമാനമെടുക്കുമെന്ന്. കാരണം അവർ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ അതിശക്തമാണ്. അവർ ചൂണ്ടിക്കാണിക്കുന്നത് CPIM നേതാവ് കൂടിയാണ് പ്രതി, അതിനാൽ ഇത് അട്ടിമറിക്കപ്പെടും, പ്രത്യേക അന്വേഷണ സംഘത്തിൽ വിശ്വാസമില്ല തുടങ്ങിയ കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ആ പോലീസ് വീഴ്ചകൾ അവർക്ക് കോടതിയിൽ തെളിയിക്കാൻ സാധിച്ചാൽ CBI അന്വേഷണത്തിന് കോടതി മുഖാന്തരം വഴിയൊരുങ്ങും. അല്ലെങ്കിൽ സർക്കാർ കൂടി ഇക്കാര്യത്തിൽ അനുകൂലമായ നിലപാട് സ്വീകരിക്കണം.